അധ്യാപക പുനർനിയമനത്തിന് കൈക്കൂലി വാങ്ങിയതിന് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സെഷൻ ഓഫീസർ സുരേഷ് ബാബു. കോട്ടയം വിജിലൻസ് യൂണിറ്റാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. വടകര സ്വദേശിയായ മുൻ അധ്യാപകൻ വിജയൻ നേരത്തെ പിടിയിലായിരുന്നു. വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രനുണ്ട്. സനോജ്, ആരാണ് ഈ അധ്യാപകനെതിരെ പരാതി നൽകിയത്? എന്താണ് സംഭവം? വർഷ KSCA കോട്ടയം ജില്ലാ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗം വിജിലൻസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. കോട്ടയത്ത് 3 എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകരുടെ പുനർനിയമനം ക്രമപ്പെടുത്തുന്നതിന് കൈക്കൂലി വാങ്ങിയ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനെയാണ് വിജിലൻസ് പിടികൂടിയത്. സെക്രട്ടേറിയറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അസിസ്റ്റന്റ് സെക്ഷൻ ഓഫീസർ തിരുവനന്തപുരം പള്ളിക്കൽ മുതല സ്വദേശി സുരേഷ് ബാബുവിനെയാണ് വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. സുരേഷ് ബാബുവിന് കൈമാറുവാനുള്ള 1.5 ലക്ഷം രൂപയുമായി നേരത്തെ വടകര സ്വദേശി പിടിയിലായിരുന്നു. ഇതിനെ തുടർന്ന് നടത്തിയ തുടരന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഒരാൾ കൂടി പിടിയിലായിട്ടുള്ളത്. കോട്ടയം തീക്കോയിലെ ഒരു എയ്ഡഡ് സ്കൂളിലെ 3 അധ്യാപകരുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട ഫയലുകളാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത്. ഫയൽ നീക്കുന്നതിനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥനായ സുരേഷ് ബാബു കൈക്കൂലി ആവശ്യപ്പെട്ടത്. പരാതിക്കാരനായ അധ്യാപകനെ സുരേഷ് ബാബു തൈക്കാടുള്ള ക്വാർട്ടേഴ്സിൽ വിളിച്ചു വരുത്തി അധ്യാപകരുടെ പുനർനിയമനം ക്രമപ്പെടുത്തുന്നതിന് ഉത്തരവിന്റെ പകർപ്പ് നൽകി. തുടർന്ന് കൈക്കൂലി തുകയായ 1.5 ലക്ഷം രൂപ ഏജന്റായ വിജയനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഈ കാര്യം അധ്യാപകൻ വിജിലൻസിനെ അറിയിച്ചോടെയാണ് കഴിഞ്ഞ 7-ാം തീയതി കൊച്ചിയിൽ വെച്ച ഇടനിലക്കാരനായ വിജയനെ വിജിലൻസ് പിടികൂടിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സുരേഷ് ബാബുവിന്റെ അറസ്റ്റും ഉണ്ടായിട്ടുള്ളത്. വർഷ